പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, വെൽക്കം ടു ലേൺ വിത്ത് ARM. ഡെയിലി മലയാളം ക്ലാസ്സിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ചോദ്യപേപ്പർ 2022 നടന്ന സിവിൽ എക്സൈസ് ഓഫീസറിന്റെ മെയിൻസിന്റെ ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ ചോദ്യത്തിലോട്ട് കടക്കാം. ഇരുട്ടത്ത് കണ്ണ് കാണാൻ പ്രയാസമാണ് എന്ന വാക്യത്തിന്റെ ശരിയായ രൂപം താഴെ കൊടുക്കുന്നവയിൽ നിന്നും തിരഞ്ഞെടുത്തെഴുതുക. ഇരുട്ടത്ത് കണ്ണ് കാണാൻ പ്രയാസമാണ് എന്ന വാക്യത്തിന്റെ ശരിയായ രൂപം താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും എന്ത് ചെയ്യുക, തിരഞ്ഞെടുത്തെഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ണ് കാണാൻ ഇരുട്ടത്ത് പ്രയാസമാണ്, ഇരുട്ടത്ത് കാണാൻ പ്രയാസമാണ്, ഇരുട്ടത്ത് പ്രയാസമാണ് കണ്ണ് കാണാൻ, പ്രയാസമാണ് ഇരുട്ടത്ത് കാണാൻ എന്നിവയാണ് ഉത്തരങ്ങളായിട്ട് ഓപ്ഷൻസ് ആയിട്ട് നൽകിയിരിക്കുന്നത്. ഇതിൽ ഉത്തരം എന്ന് പറയുന്നത് ഇരുട്ടത്ത് കാണാൻ പ്രയാസമാണ്, ഇരുട്ടത്ത് കാണാൻ പ്രയാസമാണ് എന്നുള്ളതാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി 2 എന്നുള്ളതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ശരിയായ പദം തിരഞ്ഞെടുത്തെഴുതുക. ശരിയായ പദം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ചോദ്യം. സ്വച്ഛന്തത്തിന്റെ പല രീതിയിലുള്ള എഴുത്താണ് നൽകിയിരിക്കുന്നത്. ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? ചായും ഇച്ഛായും കൂടി ചേർന്ന സ്വച്ഛന്തമാണ് ശരിക്കും പറഞ്ഞാൽ ശരിയായിട്ട് എഴുതുന്നത്. അപ്പോൾ ഏതാണ് ഉത്തരം വരുന്നത്? ഓപ്ഷൻ ഡി 2 എന്നുള്ളതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ശരിയായ പദം സ്വച്ഛന്തം എഴുതുന്നത് സ്വ എഴുതിയതിനു ശേഷം ചായും ഇച്ഛായും ചേർന്ന് ഇന്തായും ചേർന്നിട്ടാണ് സ്വച്ഛന്തം എഴുതുന്നത്. ഓപ്ഷൻ 2 ആണ് ഉത്തരമായിട്ട് വരുന്നത്. നമുക്ക് ചില ശരിയായ പദങ്ങൾ നോക്കാം. കുണ്ഠിതം, ഇത് മിക്കപ്പോഴും ചോദ്യപേപ്പറിൽ ചോദിച്ചിട്ടുള്ളതാണ് കുണ്ഠിതം. ഈ കുണ്ഠിതത്തിന് ഈ ഒരു വട്ടത്തിലുള്ള ഠായാണ് കുണ്ഠിതത്തിൽ എഴുതുന്നത്. ഉപവിഷ്ടൻ, ഉപവിഷ്ടൻ, ഉപവിഷ്ടൻ. ഇതപര്യന്തം, ഇതപര്യന്തം, ഇതപര്യന്തം. ഉച്ഛിഷ്ടം, ഉച്ഛിഷ്ടം അല്ല ഉച്ഛിഷ്ടം. വൈര നിര്യാതന ബുദ്ധി, വൈര നിര്യാതന ബുദ്ധി, വൈര നിര്യാതന ബുദ്ധി. വിജിഗീഷു, വിജിഗീഷു യോദ്ധാവ് എതിരാളി, വിജിഗീഷു യോദ്ധാവ് എതിരാളി എന്നിവയാണ് ശരിയായ പദങ്ങളായിട്ട് നൽകിയിരിക്കുന്നത്. അടുത്ത ചോദ്യം, രക്തത്തിന്റെ പര്യായമല്ലാത്ത വാക്കുകളാണ്, രക്തത്തിന്റെ പര്യായമല്ലാത്ത വാക്കുകളാണ് എന്ന് ചോദിച്ചിരിക്കുന്നത്. പര്യായമല്ലാത്തതാണ്, പര്യായം അല്ലാത്തത്. രുധിരം എന്ന് പറയുന്നത് രക്തത്തിന്റെ പര്യായമാണ്, രക്തത്തിന്റെ പര്യായമാണ് രുധിരം എന്ന് പറയുന്നത്. പിണം എന്ന് പറയുന്നത് രക്തത്തിന്റെ പര്യായം അല്ല. ബധിരം എന്ന് പറയുന്നത് രക്തത്തിന്റെ പര്യായം അല്ല. നിണം എന്ന് പറയുന്നത് രക്തത്തിന്റെ പര്യായം ആണ്. അപ്പോൾ പര്യായം അല്ലാത്തത് പിണവും ബധിരവുമാണ്. പിണവും ബധിരവും വരുന്നത് ഏത് ഓപ്ഷൻസ് ആണ്? ഓപ്ഷൻ 2ഉം 3ഉം ആണ് ഓപ്ഷൻസ് ആയിട്ട് വരുന്നത്. 2ഉം 3ഉം വരുന്നത് ഏത് ഓപ്ഷൻ ആണ്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ സി 2ഉം 3ഉം. രുധിരം എന്ന് പറയുന്നതും നിണം എന്ന് പറയുന്നതും രക്തത്തിന്റെ പര്യായങ്ങളാണ്. അടുത്ത പര്യായ പദങ്ങൾ നോക്കാം. ദരിദ്രൻ, ദരിദ്രന്റെ പര്യായ പദം ഏതൊക്കെയാണ്? നിസ്വൻ എന്ന് പറഞ്ഞാലും ദീനൻ എന്ന് പറഞ്ഞാലും ദുർവിധൻ എന്ന് പറഞ്ഞാലും ദരിദ്രനാണ്. നിസ്വൻ എന്ന് പറഞ്ഞാലും ദീനൻ എന്ന് പറഞ്ഞാലും ദുർവിധൻ എന്ന് പറഞ്ഞാലും ദരിദ്രനാണ്. ചോറിന്റെ പര്യായം എന്ന് പറയുന്നത് ഓദനം, അന്നം, ഭക്തം, അന്ധസ്. ഓദനം, അന്നം, ഭക്തം, അന്തസ് എന്നിവ ചോറിന്റെ പര്യായ പദങ്ങളാണ്. മുല്ലയുടെ പര്യായ പദങ്ങൾ ഏതൊക്കെയാ? വാസന്തി, മാധവി, വാസന്തി, മാധവി എന്നിവ മുല്ലയുടെ പര്യായ പദങ്ങളാണ്. സഹോദരന്റെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ്? സഹജൻ, സഹോദരൻ, സഹജൻ. സോദര്യൻ, സോദര്യൻ. സമാനോദര്യൻ, സമാനോദര്യൻ എന്നിവയെല്ലാം സഹോദരന്റെ പര്യായ പദങ്ങളാണ്. ദരിദ്രനാണെങ്കിൽ നിസ്വൻ, ദീനൻ, ദുർവിധൻ. ചോറാണെങ്കിൽ ഓദനം, അന്നം, ഭക്തം, അന്ധസ്. മുല്ല, വാസന്തി, മാധവി. സഹോദരൻ, സഹജൻ, സോദര്യൻ, സമാനോദര്യൻ എന്നിവയെല്ലാം സഹോദരന്റെ പര്യായങ്ങളാണ്. അടുത്ത ചോദ്യം, ഊട്ടിന് മുൻപും ഊട്ടിന് മുൻപും ചൂട്ടിന് പിറകും എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത്. ഊട്ടിന് മുൻപും ചൂട്ടിന് പിറകും എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചിരിക്കുന്നു. ഉത്തരങ്ങൾ: ഭക്ഷണത്തിന് പ്രാധാന്യം, ഭക്ഷണത്തോടുള്ള അത്യാർത്തി, കാര്യം നോക്കി പെരുമാറുക, സ്വാർത്ഥതയോടുള്ള പെരുമാറ്റം എന്നിവയാണ് നൽകിയിരിക്കുന്നത്. ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? കാര്യം നോക്കി പെരുമാറുക, കാര്യം നോക്കി പെരുമാറുക എന്നുള്ളതാണ് ഊട്ടിന് മുൻപും ചൂട്ടിന് പിറകും എന്ന് പറയുന്നത്. അപ്പോൾ ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി വരുന്നത്. ഓപ്ഷൻ സി ആണ് 3 ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ജലരേഖ എന്ന് പറഞ്ഞാൽ എന്താ? ജലരേഖ എന്ന ശൈലി എന്താണ് പറയുന്നത്? ജലരേഖ എന്ന് പറഞ്ഞാൽ എന്താ? അസ്ഥിരമായതാണ്. എന്താണ്? അസ്ഥിരമായതാണ് ജലരേഖ എന്ന് പറയുന്നത്. അതായത് ജലത്തിൽ വരച്ചത് എന്നൊക്കെ പറഞ്ഞാൽ എന്താ? സ്ഥിരത ഇല്ലാത്തതെന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പൊ ജലരേഖ എന്ന ശൈലിയുടെ അർത്ഥം അസ്ഥിരമായതാണ്. പനിനീരിൽ കുളിക്കുക, പനിനീരിൽ കുളിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആർഭാടം കാട്ടുക, ആർഭാടം കാട്ടുക. പനിനീരിൽ കുളിക്കുക. കൈക്കീർ എന്ന് പറഞ്ഞാൽ, കൈക്കീർ എന്ന ശൈലിയുടെ അർത്ഥം എന്താ? ഒപ്പിന് പകരം ഇടുന്ന വരയാണ്. കൈക്കീർ എന്ന് പറഞ്ഞാൽ എന്താ?
ഒപ്പിന് പകരമിടുന്ന വരയാണ് കൈക്കീർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം 75ാമത്തെ ചോദ്യമാണ്, അല്ലെങ്കിൽ 5ാമത്തെ ചോദ്യമാണ്. തുലാം പ്ലസ് ഇൻഡെ എന്നത് ചേർത്തെഴുതിയാൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. തുലാമിന്റെ, തുലാത്തിന്റെ, തുലാദിന്റെ, തുലാമിന്റെ എന്നിവയാണ് നൽകിയിരിക്കുന്നത്. ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. തുലാത്തിന്റെ എന്നുള്ളതാണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഏതാണ്? 2 ശരിയായതുകൊണ്ട്, 2 ശരിയായിട്ട് വരുന്നത് കൊണ്ട് ഓപ്ഷൻ സി 2 എന്നുള്ളതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. തുലാം പ്ലസ് ഇൻഡെ തുലാത്തിന്റെ, തുലാം പ്ലസ് ഇൻഡെ തുലാത്തിന്റെയാണ്. തുലാം പ്ലസ് ഇൻഡെ എന്താണ്? തുലാത്തിന്റെയാണ്. ഓക്കെ അല്ലേ? ചേർത്തെഴുതുന്നത് നമുക്ക് നോക്കാം. മരം പ്ലസ് ഇൽ മരത്തിൽ, മരം പ്ലസ് ഇൽ മരത്തിൽ, ധനം പ്ലസ് ഇ ധനത്തിൽ, ധനം പ്ലസ് ഇ ധനത്തിൽ, മരം പ്ലസ് ഇൽ മരത്തിൽ, ധനം പ്ലസ് ഇല്ല ധനത്തിൽ, ചെം പ്ലസ് ചെമ്മേ, ചെം പ്ലസ് ചെമ്മേ എന്താ? ചെഞ്ചമ്മേ, ചെം പ്ലസ് ചെമ്മേ ചെഞ്ചമ്മയാണ്. അകൽ പ്ലസ് തുന്നു, അകൽ പ്ലസ് തുന്നു എന്ന് പറഞ്ഞാൽ എന്താ? അകറ്റുന്നു, അകൽ പ്ലസ് തുന്നു അകറ്റുന്നു. നൽ പ്ലസ് നൂൽ എന്താണ്? നന്നൂലാണ്, നൽ പ്ലസ് നൂൽ നന്നൂലാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, അപരാധി, അപരാധി എന്ന വാക്കിന്റെ സ്ത്രീലിംഗം, അപരാധി എന്ന വാക്കിന്റെ സ്ത്രീലിംഗം എന്താണ് എന്ന് ചോദിച്ചിരിക്കുന്നു. ഉത്തരം എന്താണ്? അപരാധി എന്ന വാക്കിന്റെ സ്ത്രീലിംഗം അപരാധക. എന്താണ്? അപരാധക. അപരാധി എന്ന് പറയുന്ന വാക്കിന്റെ സ്ത്രീലിംഗം അപരാധകയാണ്, അപരാധക. ഓക്കെ അല്ലേ? കാമി ആണെങ്കിലോ, കാമി എന്ന വാക്കിന്റെ സ്ത്രീലിംഗം എന്താ? കാമിനി. കാമി എന്ന വാക്കിന്റെ സ്ത്രീലിംഗം കാമിനിയാണ്. മഹർഷി എന്ന വാക്കിന്റെ സ്ത്രീലിംഗം മഹർഷിണി. മഹർഷി എന്ന വാക്കിന്റെ സ്ത്രീലിംഗം മഹർഷിണിയാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, പൂജക ബഹുവചന രൂപം കണ്ടുപിടിക്കുക. വേടർ നൽകിയിരിക്കുന്നു, പണിക്കാർ നൽകിയിരിക്കുന്നു, വൈദ്യർ നൽകിയിരിക്കുന്നു, അധ്യാപകർ നൽകിയിരിക്കുന്നു. ഇതിൽ പൂജക ബഹുവചന രൂപം എന്ന് പറയുന്നത് ഏതാണ്? വൈദ്യറാണ്. ഏതാണ്? വൈദ്യറാണ്. വൈദ്യറാണ് പൂജക ബഹുവചനത്തിന് ഉദാഹരണം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം 78ാമത്തെ ചോദ്യമാണ്. മരക്കൊമ്പ്, മരക്കൊമ്പ് പിരിച്ചെഴുതിയാൽ, മരക്കൊമ്പ് പിരിച്ചെഴുതിയാൽ എങ്ങനെയാണ് വരുന്നത്? മര അധികം കൊമ്പാണ്, മര അധികം കൊമ്പാണ് മരക്കൊമ്പ്, മര അധികം കൊമ്പ് മരക്കൊമ്പ്. ഓക്കെ അല്ലെ? നമുക്കറിയാം നിസ്തേജൻ, നിസ്തേജനെ നമ്മൾ തിരിച്ചെഴുതുമ്പോൾ എങ്ങനെയാ? ഇവിടെ ഇസ് വരുന്നത് കൊണ്ട് ഇവിടെ എന്ത് വരും? നി എന്ന് വരും. നീ പ്ലസ് തേജനാണ് നിസ്തേജൻ, നീ പ്ലസ് തേജൻ നിസ്തേജൻ. നവോത്ഥാനം പിരിച്ചെഴുതിയാൽ നവ അധികം ഉത്ഥാനമാണ് നവോത്ഥാനം, നവ അധികം ഉത്ഥാനം നവോത്ഥാനം. ഏതത് വിഷയം, ഏതത് വിഷയം എന്ന് പിരിച്ചെഴുതിയാൽ എങ്ങനെ വരും? ഏതത് അധികം വിഷയം, ഏതത് അധികം വിഷയമാണ് ഏതത് വിഷയം. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം 79ാമത്തെ ചോദ്യമാണ്. ശരത്, ചന്ദ്രൻ എന്നീ വാക്കുകൾ ഒറ്റപ്പദമാക്കിയാൽ എങ്ങനെയാണ് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ഉത്തരം അന്തിമ ഉത്തര സൂചിക പ്രകാരം, നമ്മുടെ PSCയുടെ അന്തിമ ഉത്തര സൂചിക പ്രകാരം ശരത് ചന്ദ്രൻ, ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ശരത് ചന്ദ്രൻ എന്നുള്ളതാണ് അന്തിമ ഉത്തര സൂചിക പ്രകാരം ഉത്തരമായിട്ട് വന്നിരുന്നത്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ സ്വാതന്ത്ര്യം എന്ന പദത്തിന്റെ വിപരീതം, സ്വാതന്ത്ര്യം എന്ന് പറയുന്ന പദത്തിന്റെ വിപരീതം ഏതാണ്? സ്വാതന്ത്ര്യത്തിന്റെ വിപരീതം പാരതന്ത്ര്യമാണ്. ഏതാണ്? പാരതന്ത്ര്യമാണ് സ്വാതന്ത്ര്യത്തിന്റെ വിപരീതം. സ്വാതന്ത്ര്യത്തിന്റെ വിപരീതം പാരതന്ത്ര്യമാണ്. ഓക്കെ അല്ലേ? വിപരീത പദങ്ങൾ നമുക്ക് നോക്കാം. സ്വാധീനം വിപരീതം പരാധീനം, സ്വാധീനം വിപരീതം പരാധീനമാണ്. ഉറ്റവൻ വിപരീതം പറ്റവനാണ്, ഉറ്റവൻ വിപരീതം പറ്റവനാണ്. സ്വകീയം വിപരീതം പരകീയമാണ്, സ്വകീയം വിപരീതം പരകീയമാണ്. സാഫല്യം വിപരീതം വൈഫല്യം, സാഫല്യം വൈഫല്യം. സ്പൃഹണീയം, സ്പൃഹണീയം വിപരീത പദം ഗർഹണീയം, സ്പൃഹണീയം വിപരീതം ഗർഹണീയം. ബന്ധൻ, ബന്ധൻ മുക്തൻ, ബന്ധൻ മുക്തൻ. സാമാന്യം വിശേഷം, സാമാന്യം വിപരീതം വിശേഷം. സുഭിക്ഷമാണെങ്കിലോ വിപരീതം ദുർഭിക്ഷം, സുഭിക്ഷം വിപരീതം ദുർഭിക്ഷം. സുമതിയാണെങ്കിൽ വിപരീതം കുമതി. ഓക്കെ അല്ലേ? സ്വാധീനം പരാധീനം, ഉറ്റവൻ പറ്റവൻ, സ്വകീയം പരകീയം, സാഫല്യം വൈഫല്യം, സ്പൃഹണീയം ഗർഹണീയം, ബന്ധൻ മുക്തൻ, സാമാന്യം വിശേഷം, സുഭിക്ഷം ദുർഭിക്ഷം, സുമതി കുമതി. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും ചോദ്യങ്ങളായിരുന്നു 2022 സിവിൽ എക്സൈസ് ഓഫീസറിന്റെ മെയിൻസിൽ ചോദിച്ച മലയാളം ചോദ്യങ്ങളും അതിന്റെ അനുബന്ധ വസ്തുതകളും. നമുക്ക് അടുത്ത മലയാളം ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.